നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ തനിച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാ. ഞാൻ എന്റെ പ്രോസസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. സൂപ്പർ, അഡ്വാൻസ് വിഷസ്. അല്ലടെ മോനെ, ഇപ്പോഴെന്തിനാ തനിച്ചൊരു ബിസിനസ് തുടങ്ങുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ലേ ഇക്കാലം അത്രയും മുന്നോട്ട് പോയത്. അതിനിപ്പോ എന്താ കുഴപ്പം? എല്ലാരും കൂടെ ഒരേ ചെണ്ടയിലിട്ട് കൊട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്നാലേ എനിക്ക് എന്റേതായിട്ടുള്ളൊരു നിലയും വിലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. തനിച്ച് ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനിയുടെ പേരും കൂടെ മാറ്റേണ്ടി വരും. എനിക്ക് കിട്ടേണ്ടത് എന്താന്ന് വെച്ചാൽ അതിങ്ങ് കിട്ടിയാൽ മതി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്ക് പ്രണവേ, ഈ വർഷം ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നിറയെ പ്രോജക്റ്റുകളാണ്. കമ്പനി അടുത്തൊരു ലെവലിലേക്ക് ഉയരാൻ പോവാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ? എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എടാ, നിന്നോട് മാത്രമല്ലല്ലോ, എല്ലാവരോടുമായിട്ട് പ്രണവ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞില്ലേ? പിന്നെ എന്താ വേണ്ടത്? ഞാൻ സംസാരിച്ചത് പ്രണവിനോടാണ്, നിങ്ങളോടല്ല. നോക്ക് പ്രണവേ, ബിസിനസ്സിൽ നിനക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നീ തനിച്ചിപ്പോ ബിസിനസ് തുടങ്ങിയാൽ ശരിയാവില്ല. ഞാൻ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ? എനിക്ക് ബിസിനസ് ചെയ്യാനും ജീവിക്കാനും നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രണവേ, അമ്മയൊന്നും മിണ്ടാരിയമേ. ഇയാളാണ് കമ്പനിയുടെ ചെയർമാൻ എന്നും പറഞ്ഞുകൊണ്ട് കസേരയെ കയറി അങ്ങ് ഞെളിഞ്ഞിരിക്കുക. ഞാൻ വെറും അടിമയെ പോലെ അവിടെ കിടന്നങ്ങ് പണിയെടുത്ത് ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് തെറിയേക്കേണ്ടി വരിക. ഞാൻ എന്താ ഇയാളെ കീഴാളം വല്ലോണോ? കുറെ നാളുകൊണ്ട് സഹിക്കുന്ന ഞാനിത്. ക്ഷമിക്കുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു. തല കുനിച്ചു തന്നു. അപ്പൊ അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി നോക്കുവാണല്ലേ? ഇനി അങ്ങോട്ട് ഓർഡർ എടുത്ത പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയേക്ക്. എന്താ വേണ്ടെന്നും ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇനി എനിക്ക് നിങ്ങൾക്ക് കൂടി ഒരു ഓഫീസ് വേണ്ട. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ പ്രണവ് ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ദേ, ഇത് ഏട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നമാ. അതിനിടയിൽ നീ കയറി തലയിടൊന്നും വേണ്ട. എനിക്കിതില് തലയിടാൻ പാടില്ലെങ്കിൽ ആന്റിക്കും അതിനുള്ള അവകാശമില്ല. നീ ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്നൊന്നും ഗൗതം പറഞ്ഞില്ലല്ലോ. കുറച്ചു നാളുകൂടി കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാനല്ലേ പറഞ്ഞുള്ളൂ. എന്റെ കാര്യങ്ങളിൽ കുറച്ച് നാള് കൂടി എന്നൊരു കാലാവധി നിശ്ചയിക്കാൻ നിങ്ങളാരാ? ഈ പറഞ്ഞതിനർത്ഥം എനിക്കിപ്പോ ഒരു കാര്യത്തിലും ഒരു അറിവും ഇല്ലാന്നല്ലേ? ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാന്നല്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. കുറച്ചു കാലം കൂടി ഗൗതമിന്റെ കൂടെ നിന്നാ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. തനിച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു പക്വത കിട്ടും. സൂപ്പർ, ഇതാണ് ആറ്റിറ്റ്യൂഡ്. എങ്ങനെയുണ്ട്? പക്വതയില്ലാത്തവനാണ് ഞാനെന്ന് ആരൊക്കെയോ കൂടി അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇതൊരു തന്ത്രവാ. ഞാൻ കൊച്ചു പയ്യനാണ്, നീ വളർന്നിട്ടില്ല, നിനക്ക് പക്വതയില്ല, തനിച്ചൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക കരുതല് കാണിച്ചു കഴിഞ്ഞാ നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുക്കി ഇട്ടേക്കാലോ. അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ തന്നെ പറഞ്ഞ. പ്രണവ് ബ്രില്യന്റ് ആണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഗൗതമിനെക്കാളും ഉയരത്തിലെത്തുമെന്ന് പേടിയല്ലേ നിങ്ങൾക്ക്? നീ മിണ്ടാതിരിക്കടി. ഇതേ കയറി നീ അഭിപ്രായം പറയണ്ട. അതിനുള്ള അവകാശം നിനക്കില്ല. നോക്കു മോനെ, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് നിൽക്കുന്ന ഈ ഉയരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഒത്തൊരുമയാ, ഒരുമിച്ചുള്ള അധ്വാനമാണ്. തൽക്കാലം തനിച്ച് ബിസിനസ് തുടങ്ങണമെന്നുള്ള ചിന്ത വേണ്ട മോനെ, അത് വിട്ടേക്ക്. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലമ്മേ. മറ്റുള്ളവർ മുന്നിൽ അപമാനം സഹിക്കാൻ എനിക്കിനി വയ്യ. നീ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഓഫീസിൽ വെച്ച് വഴക്ക് പറഞ്ഞതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. അതല്ല, ഇനി ഓഫീസിൽ വന്ന് സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് ക്ഷമ ചോദിക്കണോ? നീ എന്റെ അനിയനല്ലടാ. എനിക്ക് അതിനും ഒരു മടിയില്ല.